എന്തുകൊണ്ട് പുഷ്പയ്ക്ക് ആദ്യ ദിനം മുതൽ കേരളത്തിൽ ഇത്രയും നെഗറ്റീവ് വന്നു? ആദ്യ ഭാഗത്തിൽ നിന്നും രണ്ടാം വരവിലേക്ക് എത്തുമ്പോൾ ഒരു പക്കാ കൊമേഴ്ഷ്യൽ പടം എന്ന അണിയറ പ്രവർത്തകരുടെ അവകാശവാദം അതിനോട് നീതി പുലർത്തി തന്നെയാണ് പുഷ്പരാജ് കേരളത്തിലെത്തിയത്. ഇന്നും ഇന്നലെയുമല്ല, കേരളത്തിൽ 2004 ആര്യയുണ്ടാക്കിയ ആ തരംഗം ബണ്ണിയും ഹാപ്പിയും ഹീറോയും കൃഷ്ണയും ബദ്രീനാഥും ഗജപോക്കരിയും തുടങ്ങി അങ്ങ് വൈകുണ്ഠപുരവും കടന്ന് പുഷ്പയിലെത്തുമ്പോൾ മല്ലു അർജുൻ കേരളത്തിന്റെ പ്രിയപ്പെട്ടവനായി മാറിയതെങ്ങനെയെന്ന് പ്രേക്ഷകന് നന്നായി അറിയാവുന്നതല്ലേ. ആദ്യ ദിനം കേട്ട ആ പക്ക ബോറ് പടം എന്ന ലേബൽ ദിവസം കഴിയുന്തോറും മാറി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു കാര്യം സത്യമാണ്, പുഷ്പ ദി റൈസിൽ നിന്നും പുഷ്പ ദി റൂളിലെത്തിയപ്പോൾ പ്രേക്ഷകൻ പ്രതീക്ഷിച്ച എന്തൊക്കെയോ നൽകാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. അനാവശ്യമായി എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ നെഗറ്റീവ് റിവ്യൂസ് മാത്രം കേട്ട് സിനിമ കാണണമെന്ന് തോന്നിയവർ പോലും നിരവധിയുണ്ട്. വിചാരിച്ചത്ര അല്ലെങ്കിൽ ഈ പറയുന്നത്ര മോശമൊന്നുമല്ല പുഷ്പ എന്നാണ് ശനി ഞായർ ദിവസങ്ങളിൽ സിനിമയ്ക്കെത്തിയ ചിലരുടെ അഭിപ്രായങ്ങൾ. ആദ്യ ദിവസം വന്ന നെഗറ്റീവിനിടയിലും ഇത്തരം അഭിപ്രായങ്ങൾ അങ്ങിങ്ങായി കണ്ടിരുന്നു. എന്തായാലും വളരെ മോശമെന്ന നിലയിൽ പ്രതീക്ഷിച്ച ഒന്ന് തലവെച്ച് നോക്കാമെന്ന് തീരുമാനിച്ച് ടിക്കറ്റ് എടുത്താൽ ഒരുപക്ഷെ മലയാളി പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ പുഷ്പയ്ക്ക് കഴിഞ്ഞേക്കും. എന്തായാലും ഇന്ത്യൻ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം പഴങ്കഥയാക്കിക്കൊണ്ടാണ് അല്ലു അർജുൻ മുന്നേറുന്നത്. ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ അതിവേഗം 500 കോടി രൂപ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് പുഷ്പ 2 ദ റൂൾ. വെറും 3 ദിവസം കൊണ്ടാണ് ഈ സ്വപ്ന നേട്ടം. ഈ ട്രെൻഡ് പിടിച്ചാൽ 1000 കോടി കടക്കാൻ അധിക സമയം വേണ്ടെന്ന് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നു. ആദ്യ ഭാഗം ആഗോളതലത്തിൽ നേടിയ 350 കോടി പിന്നിട്ടത് വെറും 2 ദിവസം കൊണ്ടാണ്. ബോളിവുഡിലെ കിങ് ഖാൻ ഷാറൂഖ് ഖാന്റെ പത്താൻ ആഗോളതലത്തിൽ 500 കോടി രൂപ കളക്ഷൻ നേടിയത് 5 ദിവസം കൊണ്ടാണെന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം. ലോകമെമ്പാടുമുള്ള 12,500-ലധികം സ്ക്രീനുകളിലാണ് തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ, ബംഗാളി ഭാഷകളിലായി പുഷ്പ 2 റിലീസ് ചെയ്തത്. റിവ്യൂ നെഗറ്റീവായാലും പോസിറ്റീവായാലും പുഷ്പ വൈൽഡ് ഫയർ തന്നെയെന്നാണ് ബോക്സ് ഓഫീസിൽ ഈ കൊടുങ്കാറ്റിൽ നിന്നും മനസ്സിലാക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.